ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അമ്മയും ഭാര്യയും ഒരു അപകട സ്ഥലത്ത് പെട്ടിരിക്കുമ്പോൾ ആരെ രക്ഷിക്കുമോ എന്ന ചോദ്യമായിരുന്നു ഭർത്താക്കന്മാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനടുത്തതായിട്ട് ലാസ്റ്റായിട്ട് മറുപടി പറയാനുള്ളത് സച്ചിയാണ്. സച്ചി അപ്പോൾ ചോദിക്കുന്നുണ്ട് അവരോട്, ഭാര്യയെ പോലെ തന്നെ അമ്മയും പ്രധാനപ്പെട്ടതല്ലേ, ഒരാളെ മാത്രം എങ്ങനെ അവിടെ ഉപേക്ഷിച്ചിട്ട് വരാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോഴേക്കും ജഡ്ജ് പറയുന്നുണ്ട്, ഒരാളെ മാത്രമേ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ആരെ രക്ഷിക്കും, നിങ്ങൾ പറ. ഒന്നുകൂടെ പറയുവാണേ സച്ചിനോട്. അങ്ങനെ ഒരവസ്ഥ വരുവാണെങ്കിൽ ഞാൻ എൻ്റെ വണ്ടി ഭാര്യയ്ക്ക് കൊടുത്തിട്ട് അമ്മയെ രക്ഷിച്ചുകൊണ്ടും പോകും. എൻ്റെ ഭാര്യയ്ക്ക് നല്ലോണം വണ്ടി ഓടിക്കാൻ അറിയാം. ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യും. ഭാര്യ എനിക്കായിട്ട് എന്തായാലും അവൾ എന്നെ തേടി തന്നെ വന്നിരിക്കും. ജീവിതത്തിൽ ഭാര്യ വന്നതിന് ശേഷം ഞങ്ങൾ അമ്മയെ മറക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അമ്മയെ രക്ഷിക്കത്തുള്ളൂ എന്ന് സച്ചി പറയുവാണേ. അപ്പോഴേക്കും എല്ലാവരും കൈയടിക്കുവാണ്. അത് കഴിയുമ്പോഴേക്കും അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുവാണേ, തൃപ്തികരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്? നിങ്ങളുടെ പാർട്ട്ണറിനോട് ചോദിച്ചിട്ട് കറക്റ്റായിട്ടുള്ള ആൻസർ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നുന്നൊരു ആൻസർ പറഞ്ഞാൽ മതി. അതുവരെ ഞങ്ങൾക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. നിങ്ങളുടെ പാർട്ട്ണറായിട്ട് സംസാരിച്ച് ഇതിനുള്ള മറുപടി ആൻസർ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് എടുത്തിട്ട് അവരെ അങ്ങോട്ടേക്ക് പാർട്ട്ണറിനോട് സംസാരിക്കാൻ വേണ്ടി വിടുവാണേ. എല്ലാവരും ഭാര്യമാരായിട്ട് അപ്പം ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി എന്താ ശ്രുതി ഇതിന് മറുപടി ആയിട്ട് പറയണ്ടേന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നമുക്ക് തൃപ്തികരമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണം, അതല്ലേ അതിൻ്റെ മറുപടി എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, ഹേ അങ്ങനെയൊന്നും പറയണ്ട. ഇപ്പം കണ്ടില്ലേ ആ സച്ചി, അവൻ അമ്മയോട് ഇഷ്ടം ഉണ്ടായിട്ടാണോ അവൻ അമ്മയെ രക്ഷിക്കുമെന്ന് പറഞ്ഞത്? ഇല്ലല്ലോ, അവൻ്റെ അമ്മയും ഭാര്യയും എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഉത്തരവാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്കും വേറൊരു ഉത്തരം മാറ്റിപ്പിടിക്കാം. നമുക്ക് പറയാം, തൃപ്തികരമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് നല്ലത് ചെയ്യണം, ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെ പറയാം. അപ്പോൾ തന്നെ എല്ലാവരും നമുക്ക് വേണ്ടി കൈയടിക്കും. ഫസ്റ്റ് പ്രൈസ് നമുക്ക് തന്നെ കിട്ടും. ശ്രുതി ഈ ഒരു ആൻസർ പറഞ്ഞാൽ മതി എന്നൊക്കെ ശ്രുതി പറയുവാണേ ശ്രുതിനോട്. സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട്, രേവതി ഇതിനെന്ത് മറുപടി ഞങ്ങൾ പറയും? എങ്ങനെയാണ് തൃപ്തികരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, സച്ചേട്ടാ നമ്മളിപ്പോൾ തന്നെ ഒരു തൃപ്തിയായിട്ടുള്ളൊരു ജീവിതം തന്നെയല്ലേ ജീവിക്കുന്നത്, അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് ചോദിക്കുമ്പോഴേക്കും അതിന് വേറെ എന്തൊരു മറുപടിയാണ് നമ്മൾ പറയേണ്ടതെന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ സച്ചി പറയും, രേവതി ഇപ്പം നമുക്കൊന്നും ആലോചിക്കേണ്ട, അവിടെ കയറി കഴിയുമ്പോൾ മനസ്സിൽ എന്താണോ തോന്നുന്നത് ഞാൻ അത് അങ്ങോട്ട് പറയും, അത് മതി. കാരണം ആലോചിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് മനസ്സിൽ നിന്നും വരുന്ന ഉത്തരങ്ങളാണെന്നാണ് സച്ചി പറയുന്നത്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അത് ശരിയാ സച്ചിയേട്ടാന്ന്. വർഷ ചോദിക്കും ശ്രീകാന്തിനോട്, ശ്രീകാന്ത് എന്താ പറയാൻ പോകുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, അതാ ഞാനും ആലോചിക്കുന്നേ. ശ്രീകാന്തെ നേരത്തെ പോലെ സ്റ്റേജിൽ കയറി 3 കുട്ടികളുടെ അച്ഛനാവണമെന്നൊന്നും എന്നോട് ചോദിക്കാതെ പറഞ്ഞു പോകരുത്. എന്നോട് ചോദിച്ചിട്ട് ഒരു ഉത്തരം ശ്രീകാന്ത് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, ഞാനൊന്ന് ആലോചിക്കട്ടെ വർഷയെന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഇങ്ങനെ ആലോചിക്കുവാണ്. അങ്ങനെ സമയമൊക്കെ കഴിഞ്ഞ് ജഡ്ജസ് എല്ലാവരോടും സ്റ്റേജിലോട്ട് കയറാൻ പറഞ്ഞിരിക്കുവാണ്. എന്നിട്ട് അവരവരുടെ ആൻസർ പറയാൻ പറയുമ്പോഴേക്കും ഒരാൾ പറയുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് ശല്യമില്ലാത്തൊരു ജീവിതം നയിക്കണം, അതാണ് ഒരു തൃപ്തികരമായിട്ടുള്ള ജീവിതം നയിക്കാൻ വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. വേറൊരു ജോഡി പറയും, ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് വലിയൊരു കാര്യം തന്നെ അച്ചീവ് ചെയ്യണം, എന്നിട്ട് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറയുവാണേ. അടുത്തത് വർഷയും ശ്രീകാന്തിൻ്റെ ഊഴമാണ്. വർഷ പറയുന്നുണ്ട്, തൃപ്തികരമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളൊന്നും പ്ലാൻ ചെയ്യരുത്, നമ്മൾ ഇഷ്ടത്തിന് ജീവിക്കണം, നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് നമുക്കിഷ്ടമുള്ള യാത്ര ചെയ്ത് അങ്ങനെ ജീവിക്കണം എന്നൊക്കെ വർഷ പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, അതെ ടേക്ക് ഇറ്റ് ഈസി എന്ന് പറഞ്ഞൊരു പോളിസിയാണ് ഞങ്ങളുടേത്, ഞങ്ങൾ ഒന്നിനെ പറ്റിയും കെയർ ചെയ്യാറില്ല, നമ്മൾ മാക്സിമം എത്രത്തോളം എൻജോയ് ചെയ്യാമോ ഓരോ നിമിഷവും അത്രത്തോളം എൻജോയ് ചെയ്താണ് ജീവിക്കുന്നതെന്നാണ് ശ്രീകാന്ത് പറയുന്നത്. അടുത്തത് ശ്രുതിയുടെയും ഊഴമാണ്. ശ്രുതി പറയുന്നുണ്ട്, ലൈഫ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം, അതാണ് നമ്മളെ ജീവിതത്തിൽ തൃപ്തിപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുവാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്തൊരു കള്ളായവൻ പറയുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണമെന്ന്, മറ്റുള്ളവരുടെ പൈസ എടുത്ത് ഓടിപ്പോകുന്നവനാണ് ഈ ഡയലോഗ് പറയുന്നതെന്നൊക്കെ സച്ചി പറയുവാണ്. അപ്പോൾ രേവതി മിണ്ടാതിരിക്കുക സച്ചി ഏട്ടാന്നൊക്കെ പറഞ്ഞ് സച്ചി അടക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം, മറ്റുള്ളവർക്കൊരു ചെറിയ സഹായമെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കാൻ സാധിച്ചെങ്കിൽ അതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുത്തുന്നതെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അടുത്തത് സച്ചിയുടെ ഊഴമാണ്. സച്ചി പറയുന്നുണ്ട്, സാർ എന്താണ് സാർ ഈ തൃപ്തിയുള്ള ജീവിതം? ഒരിക്കലും ഒരാൾക്കൊരു തൃപ്തിയുള്ള ജീവിതം നയിക്കാൻ പറ്റില്ല സാർ. ആകെ മനുഷ്യന്മാർ തൃപ്തിയാവുന്നത് ഭക്ഷണ കാര്യത്തിൽ മാത്രമാണ്. ഇപ്പോൾ വയറ് നിറയെ ചോറ് കഴിച്ചിട്ട് ബിരിയാണി കൊണ്ടെന്ന് വെച്ചാൽ ആരും കഴിക്കത്തില്ല. അപ്പോൾ വയറ് നിറയുന്ന കാര്യത്തിൽ മാത്രം മനുഷ്യന്മാർ തൃപ്തിയാവത്തുള്ളൂ, വേറൊരു കാര്യത്തിലും മനുഷ്യന്മാർക്ക് തൃപ്തിയാവത്തില്ല എന്ന് പറയുവാണ്. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, അതെ നമ്മൾ ജീവിതത്തിൽ ദിവസവും ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ ആവശ്യങ്ങൾ മനുഷ്യന്മാരുടെ നിറവേറുമ്പോഴും അവർക്ക് പുതിയ ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
നമ്മളപ്പോൾ അധ്വാനിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് തൃപ്തി തരും. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതെ അതെ, നമ്മൾ നിർത്താതെ അധ്വാനിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ഭാര്യ കണ്ടില്ലേ, നിർത്താതെ പൂ കെട്ടിക്കൊണ്ടിരിക്കും, ഞാൻ നിർത്താതെ കാർ ഓടിച്ചുകൊണ്ടിരിക്കും. നിർത്താതെ നമുക്ക് അധ്വാനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ നമുക്ക് തൃപ്തി തരുന്ന ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ സച്ചി പറയുവാണേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ജഡ്ജി ചോദിക്കുവാണേ, നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടായ ആദ്യം സോറി പറയുന്നത് ആരായിരിക്കും എന്ന്. അപ്പോൾ വർഷയും ശ്രീകാന്തും ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് വർഷ പറയുന്നുണ്ട്, ഞാനൊരിക്കലും സോറി പറയാറില്ല, ശ്രീകാന്ത എന്നോട് സോറി പറയാറ്, കാരണം ഞാനൊരിക്കലും തെറ്റ് ചെയ്യാറില്ല, അതുകൊണ്ട് അവൻ തന്നെ വന്ന് സോറി പറയുമെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അവൾ സോറി പറയുമെന്ന് ഞാൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യും, അവൾ പറയത്തില്ല, പിന്നെ ഞാൻ തന്നെ പോയി സോറി പറയും, പ്രശ്നങ്ങൾ ഒഴിവാക്കണമല്ലോ, ഭാര്യയുടെ വായിൽ നിന്നും ഒരിക്കലും സോറി എന്ന് പറഞ്ഞ വാക്ക് വരാനേ പോകുന്നില്ല എന്ന് ശ്രീകാന്ത് പറയുവാണ്. ശ്രുതി പറയുന്നുണ്ട്, ഞങ്ങൾ ഇതുവരെ സോറി പറയേണ്ട ആവശ്യം വന്നിട്ടില്ല, കാരണം ഞങ്ങൾ ഇതുവരെ തല്ല് പിടിച്ചിട്ടില്ല, അത്രയും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു ലൈഫാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ശ്രുതി പറയുമ്പോഴേക്കും ശ്രുതിയും പറയുന്നുണ്ട്, അതെ സർ, ഞങ്ങൾ ഇതുവരെ തല്ല് പിടിച്ചിട്ടില്ല, കാരണം എൻ്റെ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് ശ്രുതിക്കറിയാം, ശ്രുതിയുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കും അറിയാം, ഞങ്ങൾ തമ്മിൽ അത്ര നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ തല്ലും പിടിച്ചിട്ടില്ല, സോറി പറയേണ്ട ഒരു ആവശ്യം വന്നിട്ടുമില്ല എന്ന് പറയുവാണ്. അടുത്തത് നമ്മുടെ സച്ചിയുടെ ഓഴമാണ്. സച്ചി പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ എപ്പോഴും തല്ലുപിടിക്കാറുണ്ട് സർ, പക്ഷെ അതിൻ്റെ പേരിൽ ഞങ്ങൾ ഇന്നേ വരെ സോറി ഒന്നും പറഞ്ഞിട്ടില്ല, സോറി പറയുന്നതിന് പകരം ഞാൻ ഇവക്ക് അലുവ മേടിച്ചു കൊടുക്കും, വേണമെങ്കിൽ പൂവ് മേടിച്ചു കൊടുക്കാം, പക്ഷെ പൂ വിൽക്കുന്നവർക്ക് ആരെങ്കിലും പൂ മേടിച്ചു കൊടുക്കുമോ, അതുകൊണ്ട് ഞാൻ എപ്പോഴും അലുവ മേടിച്ചു കൊടുക്കും, പിന്നെ ഇവളുടെ കൈക്കൊക്കെ എപ്പോഴും നല്ല പൂവിൻ്റെ മണമാണ്. രേവതി പറയും, ഞാനും സോറിയൊന്നും പറയാറില്ല, ഞാൻ സച്ചിയേട്ടൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അതും കഴിച്ച് സച്ചിയേട്ടൻ എന്നോട് നല്ലോണം സംസാരിക്കാൻ വേണ്ടി വരും, ഞങ്ങളങ്ങനെ സോറിയൊന്നും പറയാറില്ല, എനിക്കും നല്ലോണം ദേഷ്യമൊക്കെ വരാറുണ്ട്, പക്ഷേ ഞാൻ കിട്ടുന്ന പൂ പോലെ തന്നെ എൻ്റെ ദേഷ്യവും അതുപോലെ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ വാടിപ്പോവുകയും ചെയ്യുമെന്നൊക്കെ രേവതി പറയുന്നുണ്ട്. സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഏത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും ഉണ്ടാവാറുള്ളൂ എന്നും രേവതി പറയുന്നുണ്ട്. അപ്പോൾ ഹോസ്റ്റ് വന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ നമ്മുടെ മത്സരത്തിൻ്റെ എല്ലാ റൗണ്ടുകളും അവസാനിച്ചിരിക്കുകയാണ്, ഇനി കുറച്ചു നേരത്തിനുള്ളിൽ ജഡ്ജസ് വിജയി ആരാണെന്ന് പ്രഖ്യാപിക്കും. അപ്പോൾ അതിനു മുമ്പ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയാണെന്നൊക്കെ ഹോസ്റ്റ് പറയുന്നുണ്ട്. എന്നിട്ട് അവരോട് വെയിറ്റ് ചെയ്യും, കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ റിസൾട്ട് അറിയാൻ പറ്റും എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ജഡ്ജസ് എല്ലാം വിജയിനെ തിരഞ്ഞെടുക്കുന്ന തിരക്കിലാണ്. എന്നിട്ട് ലാസ്റ്റ് ജഡ്ജിൽ ഒരാൾ പറയുന്നുണ്ട്, വിജയിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പെർഫോമൻസിനെ കുറിച്ച് ആദ്യം പറയാം. ശ്രുതി ഈ ദമ്പതികളെ പറ്റി പറയുവാണെങ്കിൽ ഇവർ പറയുന്ന ആൻസറുകളെല്ലാം കുറച്ച് പോളിഷ് ആയിട്ടുള്ള ആൻസറുകളായിട്ട് തോന്നി, കാരണം ഈ ട്രോഫി ഇവിടുത്തെ സമ്മാനം മേടിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം പോളിഷ് ചെയ്ത് പറയുന്നൊരു കെട്ടിച്ചമച്ച് പറയുന്നൊരു ഉത്തരങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സാർ, ഞങ്ങളുടെ ആൻസേഴ്സിനൊന്നും ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ ചോദ്യത്തിനാണ് മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടായതെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ ജഡ്ജിനൊക്കെ ദേഷ്യം വരുവാണ്, ഓ, നിങ്ങൾ ഞങ്ങളുടെ ജഡ്ജ്മെൻറ്റ് ശരിയല്ലെന്നാണോ അപ്പോൾ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ കുറച്ച് മാനേഴ്സോടെ ഇരിക്കണ്ടേന്ന് ഓർത്തിട്ടാണ് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും തുറന്നു പറയാതിരിക്കുന്നത്, ശരി നിങ്ങൾ പോയിരിക്കും, ഞങ്ങൾ വിശദീകരിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അവിടെ ഇരുത്തുവാണ്. എന്നിട്ട് ജഡ്ജൊക്കെ ഇരുന്ന് സംസാരിക്കുവാണ്. എന്നിട്ട് സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്, അത് വേറൊരു വീഡിയോ അല്ല, നേരത്തെ ശ്രുതിയും കൂടി ഡിസ്കസ് ചെയ്തായിരുന്നില്ലേ തൃപ്തികരമായിട്ടുള്ള ജീവിതം ജീവിക്കുവാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന്. അതിൽ ശ്രുതി പറയുന്നുണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ഹേ അല്ല, ആ സച്ചി പറഞ്ഞതുപോലെ വേറൊരു ആൻസർ വേണം നമ്മൾ പറയാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് വെറുതെ അഭിനയിക്കാം ശ്രുതി എന്നൊക്കെ പറയുന്ന ആ വീഡിയോ അവർ പ്ലേ ചെയ്യുവാണ്. അതിലൂടെ ശ്രുതിയുടെ മുഴുവൻ കള്ളത്തരങ്ങളും എല്ലാവർക്കും തെളിയുവാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഇവർ വെറുതെ കെട്ടിച്ചമച്ചാണ് ഓരോ ആൻസറും പറഞ്ഞതെന്ന്. ശ്രുതിയും ആകെ ചമ്മി നാറിയിരിക്കുവാണ് അവിടെ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, കണ്ടോ, ഇവിടെ വന്ന് ഇവർ കള്ളക്കഥകളാണ് ഓരോന്ന് കെട്ടിച്ചമച്ച് പറഞ്ഞത്, ഏതായാലും അവൻ്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞു എന്ന് പറയുന്നുണ്ട്. വീഡിയോ പ്ലേ ചെയ്ത് കഴിയുമ്പോഴേക്കും ജഡ്ജ് വീണ്ടും സംസാരിക്കുവാണ്, എൻ്റെ അടുത്ത് ഒരുപാട് കേസസ് വരാറുണ്ട്, നിങ്ങൾ പറഞ്ഞില്ലേ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ വഴക്കൊന്നും ഉണ്ടാവത്തില്ലെന്ന്, അതൊക്കെ വെറുതെയാണ്, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എപ്പോഴും എന്തെങ്കിലും കാരണം കൊണ്ട് തല്ലുപിടുത്തങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും, എന്തോരം കേസസ് ഞാൻ കണ്ടിരിക്കുന്നു, ഇപ്പോൾ നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാവുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എന്തോ ഒരു രഹസ്യം നിങ്ങളിൽ നിന്ന് മറക്കുന്നുണ്ടെന്ന് തന്നെയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയും ഇങ്ങനെ വല്ലാണ്ടാവുകയാണ്, എല്ലാവരും അവരെ തന്നെ നോക്കുന്നുമുണ്ട്.
വേറൊരു ജഡ്ജ് പറയുന്നുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ തല്ലുപിടുത്തം ഉണ്ടാകുക തന്നെ ചെയ്യും, പക്ഷെ അതെങ്ങനെ അവർ സോൾവ് ചെയ്യുന്നു എന്നതിലാണ് അവരുടെ ജീവിതത്തിൻ്റെ വിജയം. ഞാനൊരു സൈക്കോളജിക്കൽ ഫാക്റ്റ് പറയാം. ഇപ്പോൾ നിങ്ങൾക്കിടയിൽ വഴക്കുകളൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം പറ്റിച്ച് ജീവിക്കുകയാണെന്നാണ് അർത്ഥം എന്നൊക്കെയാണ് ജഡ്ജ് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു ജഡ്ജ് പറയുന്നുണ്ട്, ഇവിടെ വന്ന് തല്ലുപിടിക്കുന്ന ഒരു കപ്പിൾസ് ഉണ്ട്, അത് നമ്മുടെ വർഷ ശ്രീകാന്താണ്. അവരിവിടെ മത്സരമാണെന്ന് പോലും നോക്കാതെ പരസ്പരം വഴക്കിടുമായിരുന്നു എന്നൊക്കെ പറയുവാണേ. ഇവരിപ്പോഴും നല്ല യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ല, അവരിപ്പോഴും ലവേഴ്സായിട്ടാണ് ജീവിക്കുന്നത്. അവർ നല്ല കപ്പിളൊക്കെ തന്നെയാണ്, പക്ഷെ മെച്യൂരിറ്റി വന്നിട്ടില്ലെന്നാണ് തോന്നുന്നതെന്നൊക്കെ ജഡ്ജ് പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ ജീവിതം അടിപൊളിയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വർഷം എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, താങ്ക് യു സർ. കല്യാണം കഴിഞ്ഞാലും ഞങ്ങൾക്കിടയിൽ ആ ലവേഴ്സിൻ്റെ രീതി തുടർന്ന് പോകണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഏതായാലും അത് നഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങളുടെ വാക്കുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. താങ്ക് യു സാർ എന്നൊക്കെ വർഷയും ശ്രീകാന്തും പറയുവാണേ. എന്നിട്ട് അവർ വിജയിനെ പ്രഖ്യാപിക്കുവാണ്. ഇവിടെ വന്നതിൽ മികച്ച കപ്പിളായിട്ട് ഞങ്ങൾ മികച്ച ജോഡികളായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് സച്ചി രേവതി ദമ്പതികളെയാണെന്ന് പറയുമ്പോഴേക്കും അവർക്ക് കണ്ണങ്ങോട്ട് തള്ളിപ്പോവാണ്, സച്ചിയുടെയും രേവതിയുടെയും. അപ്പോൾ ജഡ്ജ് ബാക്കിയുള്ളതും കൂടി കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇവരുടെ സംസാരത്തിലും ഇവർ തന്ന മറുപടിയിലും ഇവർ കള്ളത്തരങ്ങൾ ചേർക്കാതെയാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. രേവതിക്ക് തൻ്റെ കഴിവെന്താണെന്ന് തിരിച്ചറിയാതിരുന്ന ആ സമയത്ത് സച്ചി അവളെ പ്രോത്സാഹിപ്പിക്കുകയും അവളുടെ കഴിവ് എടുത്തു കാണിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഓരോ ഭാര്യ ഭർത്താക്കന്മാരും വേണ്ടത്. അതുപോലെ തന്നെ രേവതി പറഞ്ഞായിരുന്നു, ഈ സ്റ്റേജിൽ വന്നിട്ട് സച്ചി റൗഡിയാണ്, മദ്യപിക്കും എന്നൊക്കെ. സാധാരണ എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരുടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒളിച്ചു വെക്കാറാണ് പതിവ്. പക്ഷേ രേവതി തൻ്റെ ഭർത്താവിൻ്റെ എല്ലാ കുറവുകളും അംഗീകരിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണത് എന്നൊക്കെ പറയുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹം, കരുതൽ, അതുപോലെ തന്നെ സഹനശക്തിയും വേണം. ഇത് ഇവർക്കിടയിൽ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇവർ ഇതുപോലെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവരുടെ ജീവിതം വളരെ തൃപ്തികരമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും എന്നൊക്കെ ജഡ്ജ് പറയുവാണേ. സച്ചിക്കും രേവതിക്കും ഭയങ്കര സന്തോഷമാവാണ്. അവസാനം ജഡ്ജ് ആ കാര്യം പറയുവാണ്, ഈ മത്സരത്തിലെ വിജയിയായി നമ്മൾ പ്രഖ്യാപിക്കുന്നത് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം തന്ന, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തന്ന സച്ചി രേവതി ദമ്പതികളെ ആണെന്ന് പറയുമ്പോഴേക്കും രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് പൊട്ടിക്കരയാണ്. സച്ചി അങ്ങനെ ആ ഷോക്കിൽ ഇങ്ങനെ നിൽക്കുവാണേ. അവരെ സ്റ്റേജിലോട്ട് വിളിച്ചിട്ട് അവരുടെ മികച്ച ദമ്പതികൾക്കുള്ള ട്രോഫിയൊക്കെ കൊടുക്കുവാണ്. സച്ചി എല്ലാവർക്കും നന്ദിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ക്യാഷ് പ്രൈസായ 1,00,000 ചെക്കും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം എല്ലാവരും കൂടി ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ ശ്രുതിയുടെയും മുഖം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അവർക്ക് ദേഷ്യവും നിരാശയും എല്ലാം കൂടി വന്നിട്ട് കൈ പോലും അടിക്കുന്നില്ല അവർ. ശ്രുതിയോട് പറയുന്നുണ്ട്, നമ്മൾ ജയിക്കുമെന്നാണ് ശ്രുതി വിചാരിച്ചത്, പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു അവർ ജയിച്ചുകൊണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് വീട് ശ്രുതി, എന്തായാലും മത്സരമല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും, വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. വീട്ടിലോട്ട് പോകുമ്പോഴേക്കും ചന്ദ്ര ആരതി ഒഴിയാനായിട്ട് റെഡിയായിരിക്കുകയാണ്. ശ്രുതിയാണ് ആദ്യം എത്തുന്നത്. ഇവരുടെ അടുത്ത് ആരതി ഒഴിയാൻ പോകുമ്പോഴേക്കും ശ്രുതിയും പറയുന്നുണ്ട്, അമ്മേ ആൻറ്റി ഞങ്ങളല്ല ജയിച്ചത്, നിങ്ങളാണല്ലോ ബെസ്റ്റ് കപ്പിൾസായിട്ട് തിരഞ്ഞെടുക്കുന്നോർത്താൻ ഞാൻ നിന്നത്. പിന്നെ ആരാന്ന് ഓർക്കുമ്പോഴേക്കും നമ്മുടെ വർഷയും ശ്രീകാന്തും ബൈക്കിന് വരുവാണേ. അവരെ കാണുമ്പോൾ ചന്ദ്ര ഓർക്കും അവരാണെന്ന്. അപ്പോൾ അവർക്ക് ആരതി ഒഴിയാൻ പോകുമ്പോഴേക്കും അവർ പറയും, ആൻറ്റി ഞങ്ങൾ ബെസ്റ്റ് കപ്പിൾസ് അല്ല, ഞങ്ങളെ ബെസ്റ്റ് ലവേഴ്സ് ആയിട്ടാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ചന്ദ്ര പറയും, പിന്നെ ബെസ്റ്റ് കപ്പിൾസ് ആരാ? അപ്പോഴേക്കും പറയുന്നുണ്ട്, ശ്രീകാന്ത് പറയാൻ തുടങ്ങുമ്പോഴേക്കും പുറത്തുനിന്ന് ഭയങ്കര ചെണ്ടമേളമൊക്കെ കേൾക്കുവാണ്. ചെണ്ടമേളം വേറെ ഒന്നിൻ്റെയല്ല, നമ്മുടെ സച്ചിൻ രേവതിയും കൂടി ആ ചെക്ക് ലീഫും അതുപോലെ തന്നെ ട്രോഫിയും പൊക്കി പിടിച്ച് ഒരുപാട് പേരെയും കൊണ്ടൊക്കെ വരുവാണ്. ചന്ദ്ര ഈ കാഴ്ച കണ്ടിങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി.